ഇന്ത്യയിൽ അമ്പലങ്ങൾ തകർത്തിട്ടുള്ളത് മുസ്ലിം ഭരണാധികാരികൾ മാത്രമാണോ? അല്ല. ചരിത്രത്തിൽ ഇതിന് വേറൊരു വശം കൂടിയുണ്ട്. അതായത് കശ്മീരിൽ ഹർഷദേവ എന്ന് പറയുന്ന ഒരു ഹിന്ദു ചക്രവർത്തി ഉണ്ടായിരുന്നു. അയാൾക്ക് ദേവോത്പാദന നായക എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു. ആ ഉദ്യോഗസ്ഥൻ്റെ തൊഴിൽ ഇങ്ങനെ അമ്പലങ്ങൾ കണ്ടെത്തുകയും അവിടെയുള്ള സമ്പത്ത് കൊള്ളയടിച്ചു കൊണ്ടുവരികയും നിരവധി അമ്പലങ്ങൾ തകർക്കുകയുമാണ് ഉണ്ടായിരുന്നത്. ആ കാലഘട്ടത്തിൽ തന്നെ നിരവധി ബുദ്ധ ഹിന്ദു ക്ഷേത്രങ്ങൾ ആര് തകർത്തിട്ടുണ്ട്? ഹർഷദേവൻ തകർത്തിട്ടുണ്ട്. ഇതേ പറ്റിയിട്ട് കൽഹനൻ്റെ രാജതരംഗിണിയിൽ വ്യക്തമായി മെൻഷൻ ചെയ്യുന്നുണ്ട്. കൂടാതെ അതേപോലെ തന്നെ കശ്മീരിലെ മറ്റൊരു ചക്രവർത്തിയായിട്ടുണ്ടായിരുന്ന ലളിതാദിത്യ ഗൗഡ എന്ന് പറയുന്ന ഒരു ബംഗാളി ചക്രവർത്തിയെ കൊന്നതിന് ബംഗാളിൽ നിന്ന് സൈന്യം കശ്മീരിലെത്തി അവിടെ ഉണ്ടായിരുന്ന വിഷ്ണു പരിഹാസ കേശവ ക്ഷേത്രം തകർക്കുകയും അവിടെ ഉണ്ടായിരുന്ന വിഗ്രഹത്തെ മണ്ണോട് മണ്ണ് തകർത്ത് കളയുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ സൗത്ത് ഇന്ത്യൻ ചക്രവർത്തിയായിട്ടുണ്ടായിരുന്ന രാജേന്ദ്ര ചോള ബംഗാളിൽ നിന്നും മൊറീസിൽ നിന്നും ഒക്കെ കടത്തിക്കൊണ്ടുവന്ന നിരവധി വിഗ്രഹങ്ങളെ സ്വന്തം തലസ്ഥാനത്ത് യുദ്ധത്തിന്റെ കാണിക്കയായി കണ്ട് കാഴ്ചവെക്കുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ ഇത്തരം നടത്തിവെപ്പുകൾ ഇന്നോ ഇന്നലെയോ തുടങ്ങിയ കാര്യമല്ല. ഇത് ഇവിടെയുള്ള ഹിന്ദു ചക്രവർത്തിമാരും ചെയ്തു വന്നിരുന്ന ഒരു രാഷ്ട്രീയ കീഴ്വഴക്കമായിരുന്നു. ഇത് ഇന്നലകളിലെ കാര്യമാണ്. 1791 കാലഘട്ടങ്ങളിൽ അന്ന് ഭ്രാന്തളകിയ മറാത്ത സൈന്യം ആദിശങ്കരാചാര്യർ സ്ഥാപിച്ച ശൃംഗേരി മഠത്തിലേക്ക്